ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഇങ്ങാപ്പുഴ കക്കാട് സ്വദേശിനി ഷിബിലയാണ് വെട്ടേറ്റ് മരിച്ചത്. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും പരിക്കേറ്റു. പ്രതി യാസർ ഒളിവിലാണ്. യാസറിനായുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. AK ലതീഷ് ചേരുകയാണ്. ലതീഷ, പോലീസ് നൽകുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? അസിത, പോലീസ് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. യാസർ ഈ ഷിബിലയുടെ വീട്ടിലെത്തിയത് കാറിലാണ്. അതേ കാറിൽ തന്നെ ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെട്ടു. യാസർ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നാണ് വ്യാപകമായ പരാതി വരുന്നത്. ലഹരിയുടെ ഒരു കണ്ണിയായി തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യാസർ എന്നും പറയുന്നു. ഒപ്പം ഇതിനു മുമ്പ് പുതുപ്പാടിയിൽ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് യാസർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും യാസറിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നോമ്പുതുറ കഴിഞ്ഞ് 7 മണിയോട് കൂടിയാണ് ഈ പുതുപ്പാടിയിലെ വീട്ടിൽ ഇത്തരമൊരു ആക്രമണം യാസറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇവർ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ കുറച്ചായി അകന്നാണ് കഴിയുന്നതെന്നാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഷിബിലയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കത്തിയുമായാണ് ഈ യാസർ എത്തിയത്. ഷിബിലയെ ആക്രമിച്ച ഘട്ടത്തിൽ അത് തടയാൻ ശ്രമിച്ച ഉമ്മയെയും അതേപോലെ തന്നെ ഉപ്പയെയും ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 3 പേർക്കും പരുക്കേറ്റത്. 3 പേരെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. പരുക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും 23-കാരി ഷിബിലയുടെ ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ഉമ്മയും ഉപ്പയും, അതായത് പിതാവ് അബ്ദുറഹ്മാനും ഭാര്യ ഹസീനയും നിലവിൽ ചികിത്സയിലാണ്. അബ്ദുറഹ്മാൻ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ എന്നോടൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഇവരുടെ അയൽവാസിയുമായ ഡെന്നി വർഗീസ് ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ സംഭവം നടന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പാറക്കണ്ടി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ അബ്ദുറഹ്മാൻ്റെ മകളാണ് കൊല്ലപ്പെട്ട ഷിബിലയും ഭർത്താവായിരുന്ന യാസറും. ഇവർ ഒന്നിച്ച് കഴിയുന്നതിനിടയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കുടുംബ പ്രശ്നങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷിബില സ്വന്തം വീട്ടിലാണ് താമസം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറന്ന് ഏകദേശം 7 മണി സമയത്ത് യാസർ ഭാര്യ വീട്ടിലെത്തുകയും ഭാര്യയെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇത് തടയാൻ ചെന്ന പിതാവിനും മാതാവിനും അബ്ദുറഹ്മാനും ഭാര്യ ഹസീനയ്ക്കും ഗുരുതരമായ പരിക്കേറ്റു. ഇതാണ് നിലവിൽ ഉണ്ടായിട്ടുള്ള സംഭവം. ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും അതിൻ്റെ ഒരു കണ്ണിയാണെന്നൊക്കെയുള്ള വ്യാപകമായ അഭിപ്രായം നാട്ടിൽ വരുന്നുണ്ടല്ലോ. നിലവിൽ ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുള്ള പൊതുജന സംസാരം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. മുൻപ് ഏകദേശം 5-6 വർഷം മുമ്പ് ഇവർ അടുത്തടുത്തായിരുന്നു താമസം. അന്ന് ഇവർ കളിക്കൂട്ടുകാരായിരുന്നു. ഇവർ പരസ്പരം പ്രണയത്തിലാവുകയും എന്നാൽ ഈ ബന്ധത്തെ ഈ ഷിബിലയുടെ മാതാപിതാക്കൾ എതിർക്കുകയും അതിനെ തുടർന്ന് ഷിബില യാസറിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും അതാണ്. ബന്ധുക്കൾ കുടുംബം സമ്മതിക്കാത്തതിനെ തുടർന്ന് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. അപ്പോൾ അന്ന് ഇവൻ്റെ ഈ യാസറിൻ്റെ പ്രവർത്തനങ്ങളിലും സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും അറിയാവുന്നത് കൊണ്ടാണ് മകളെ ഇയാൾക്ക് പിടിച്ചേൽപ്പിച്ച് കൊടുക്കാതിരുന്നത് എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള സംഭവം. രക്ഷപ്പെട്ടതായിട്ടാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് അവിടെ കുത്തി പരിക്കേൽപ്പിച്ചു. അവിടുന്ന് കാറിൽ കയറി രക്ഷപ്പെട്ടു. മറ്റു വിവരങ്ങൾ അറിയില്ല. കുടുംബം നേരത്തെ ഒരു പരാതി താമരശ്ശേരി പോലീസിൽ നൽകിയതായും അത് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല എന്നൊക്കെയുള്ളൊരു ആരോപണം വരുന്നുണ്ട്. എന്താ അതിൻ്റെ ഒരു വാസ്തവം എന്തെങ്കിലും അറിയോ? അതിൻ്റെ വാസ്തവം ഇപ്പോഴെനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഇപ്പോൾ ബന്ധുക്കളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ 28-ാം തീയതി യാസറിനെതിരായിട്ടുള്ള ഒരു പരാതി താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI ആയ ബിജുവിൻ്റെ അടുത്താണ് ഈ പരാതി കൊടുത്തിട്ടുള്ളതെന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടികൾ എന്തായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത്തരമൊരു പരാതി നൽകിയതിൽ ഈ പ്രതിയെ ഇപ്പോൾ ഈ കുത്തി പരിക്കേൽപ്പിച്ച അല്ലെങ്കിൽ ആക്രമണം നടത്തിയ യാസറിനെ വിളിച്ച് ഉൾപ്പെടെ കൃത്യമായി ആ പരാതി പരിഹരിക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നുള്ള ആരോപണം ഉൾപ്പെടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റ ചികിത്സയിലുള്ള 2 പേരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രിയിൽ അധികൃതർ നൽകുന്ന വിവരം. അസിത. ശരി, AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്.